കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തിയായിട്ടുണ്ട്. മഴക്കാലമാണ്, കർക്കിടകം പിറന്നു. മഴ കണ്ടുകൊണ്ടിരിക്കാൻ രസമൊക്കെ ആണെങ്കിലും ഒരു 2 ദിവസം അധികം നിന്ന് പെയ്താൽ നമ്മൾ പറയും, ഓഹ് എന്നാ നശിച്ച മഴയാ. ശരിയല്ലേ? ഇടമുറിയാതെ മഴ പെയ്യുന്നത് നമുക്കൊരല്പം ആശങ്കയുണ്ടാക്കും. പ്രത്യേകിച്ചും 2018 ശേഷം കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രളയക്കെടുതികൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട്. 2 ആഴ്ചയാണ് മഴ നിന്ന് പെയ്തത്. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924-ലെ പ്രളയത്തിലും 3 ആഴ്ച മഴ പെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. പറഞ്ഞു വരുന്നത്, 20 ലക്ഷം വർഷം മഴ പെയ്ത ഒരു കാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. എന്തിന്? മനുഷ്യൻ ഉൾപ്പെടുന്ന സസ്തനിവർഗ്ഗങ്ങൾ പോലും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകമായ സ്ഥാനമാണ് ആ കാലഘട്ടത്തിനുള്ളത്. അതേപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊരു ദിവസം മാനം മുഴുവൻ മഴക്കാറ് മൂടി ആകെ ഇരുണ്ട് പേമാരി പെയ്യുന്നത് സങ്കല്പിക്കാനാവുന്നുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെയോ നോവലിൻ്റെയോ തുടക്കമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റി. യുഗങ്ങൾക്ക് മുന്നേ നാം ജീവിക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാന പാദം വളരെ സവിശേഷമാണ്. വളരെ പ്രകടമായ പാരിസ്ഥിതിക മാറ്റങ്ങൾ, പുതിയ ആവാസ വ്യവസ്ഥയുടെ ആവിർഭാവം, ദിനോസറുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങിയ സംഭവങ്ങൾക്ക് ഈ കാലം സാക്ഷിയായിട്ടുണ്ട്. ട്രയാസിക് കാലം എന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിലിലെ ഒരു കാലഗണനയാണ്. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഇന്നോളം സംഭവിച്ചിരിക്കുന്ന കാലാവസ്ഥ, പാരിസ്ഥിതിക, ജൈവിക, ഭൗമമാറ്റങ്ങളുടെ കാലഗണനയാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ട്രയാസിക് യുഗത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ ആദ്യപാദത്തിലാണ് ദൈർഘ്യമേറിയ തീവ്രമഴ പെയ്ത് ഈ കാലാവസ്ഥാ പ്രതിഭാസം സംഭവിക്കുന്നത്. ഈ കാലം എന്ന് പറയുന്നത് 234 മുതൽ 232 മില്യൺ വർഷം മുമ്പെയാണ് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇടതടവില്ലാതെ 20 ലക്ഷം വർഷമാണ് ആ മഴ പെയ്തത്. കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് എന്ന് വിളിക്കുന്ന CPE എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് ശേഷമാണ് ദിനോസറുകളും മറ്റ് ജീവജാലങ്ങളും എണ്ണത്തിലും വൈവിധ്യത്തിലും പെരുകുന്നത്. ഇതിനു മുമ്പും ശേഷവുമുള്ള കാലത്തേക്കാൾ ഈർപ്പമുള്ളതിനാൽ ഈ കാലഘട്ടത്തെ കാർണിയൻ ഹ്യൂമിഡ് എപ്പിസോഡ് എന്നും കാർണിയൻ വെറ്റ് ഇന്റർമീറ്റ്സോ കാർണിയൻ ക്രൈസിസ് എന്നും മറ്റും വിളിക്കുന്നു. 1990-ൽ ബ്രിട്ടീഷ് ജിയോളജിസ്റ്റുകളായ മൈക്കൽ ജെ സിംസും അലസ്റ്റർ എച്ച് റഫലും ചേർന്നുള്ള പഠനമാണ് ഇതിന് വഴിവെച്ചത്. ഇവരുടെ പഠനത്തിലും അന്വേഷണത്തിലും ട്രയാസിക് കാലത്തെ വരണ്ട കാലാവസ്ഥയോട് യോജിക്കാത്ത തരത്തിലുള്ള സെഡിമെന്റുകൾ കണ്ടെടുക്കുകയുണ്ടായി. ട്രയാസിക് കാലഘട്ടം പൊതുവെ ചൂടുള്ളതായതുകൊണ്ട് വരണ്ട ചുവന്ന ശിലാപാളികളാണ് കാണപ്പെടുക. എന്നാൽ വരണ്ട ചുവന്ന ശിലാപാളികൾക്ക് പകരം നദീതടങ്ങളിൽ അല്ലെങ്കിൽ തടാകങ്ങളിൽ, ഇനി അതുമല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളിൽ കാണും പോലെയുള്ള മണ്ണും പാറകളുമുള്ള ശിലാപാളികളായിരുന്നു അവർ കണ്ടെത്തിയത്. ഏകദേശം 230 മില്യൺ വർഷം പഴക്കമുള്ളതായിരുന്നു ഈ ശിലാപാളി. ഇത് ഒരു വലിയ പ്രളയത്തിന്റെ സൂചനയാണെന്നും ഏകദേശം 20 ലക്ഷം വർഷമായിരിക്കും ഈ കാലത്തിന്റെ ദൈർഘ്യം എന്നും അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ചില ശാസ്ത്രജ്ഞർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇതിന് സമാനമായ ശിലകൾ കിട്ടിത്തുടങ്ങിയതോടെ ചിത്രം കൂടുതൽ വ്യക്തമായി. കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് ഉണ്ടാവാൻ ഇടയാക്കിയ അന്നത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൗമശിലാപാളികളിലെ പഠനപ്രകാരം 234 മില്യൺ വർഷം മുമ്പ് ഭൗമാന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും വലിയ മാറ്റമാണ് ഉണ്ടായത്. ട്രയാസിക് യുഗത്തിന്റെ അവസാന പാദത്തിലെ ഒരു ഘട്ടമാണ് കാർണിയൻ കാലം. ഇന്നുള്ള ഭൂഖണ്ഡങ്ങളൊന്നും അക്കാലത്ത് രൂപപ്പെട്ടിട്ടില്ല. പാൻജിയ എന്ന ഒറ്റ ഭൂഖണ്ഡമായിരുന്നു അന്നുണ്ടായിരുന്നത്. ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായി ഭൗമപാളികൾ ചേർന്നാണ് പാൻജിയ എന്ന ഒറ്റ ഭൂഖണ്ഡം ഉണ്ടാകുന്നത്. ടെക്ടോണിക് ചലനത്തെപ്പറ്റി മുമ്പ് 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. പാൻജിയ അതിവിസ്തൃതമായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. കാരണം ഇന്നുള്ള ഭൂഖണ്ഡങ്ങൾ മുഴുവൻ ഒന്നായി കിടക്കുകയല്ലേ. പാൻജിയയുടെ ഈ വിസ്തൃതി കാരണം ഉണ്ടായ കാലാവസ്ഥാ പ്രശ്നം വളരെ വലുതായിരുന്നു. സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ മേഘം അല്ലെങ്കിൽ നീരാവി വളരെ ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പാൻജിയ മുഴുവൻ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. പാൻജിയയുടെ മധ്യഭാഗമാകുമ്പോഴേക്കും നീരാവിയിലെ ജലാംശം മുഴുവൻ ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യും. ഈ കാരണത്താൽ കൊടും ചൂടായിരുന്നു അന്നത്തെ കാലാവസ്ഥ. തീരപ്രദേശം ഒഴികെ പാൻജിയയുടെ ഭൂരിഭാഗത്തും ഇതായിരുന്നു അവസ്ഥ. ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും തീവ്ര ഉഷ്ണകാലഘട്ടം എന്നാണ് തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി പാലിയോntoloജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. പാൻജിയയുടെ അതിവിസ്തൃതമായ ആകൃതിയാണ് അത്ര കഠിനമായ ചൂട് കാലാവസ്ഥ അന്നുണ്ടാവാൻ കാരണം. പെർമിയൻ കാലഘട്ടത്തിലുണ്ടായ സർവനാശത്തിൽ നിന്നും ഭൂമിയും ജീവകങ്ങളും സാവധാനം കരകയറുന്നതേ ഉള്ളൂ താനും. ലൈക്കോപോഡുകൾ, ആർത്രോഫൈറ്റുകൾ തുടങ്ങി ചുരുക്കം ചില സസ്യങ്ങളുമായിരുന്നു അന്ന് പാൻജിയയിൽ ഉണ്ടായിരുന്നവ. ദിനോസറുകളുടെ വംശത്തിൽപ്പെടുന്ന ക്രൂറോടാഴ്സൻസ്, സ്യൂഡോസുക്കിയൻസ്, ഫൈറ്റോസോറസ് എന്ന ചില ജീവികളും മാമലുകളുടെ ഉരക പൂർവികരും അക്കൂട്ടത്തിൽപ്പെടും.
ഇവരാവട്ടെ ചൂട് കൂടിയ ജലലഭ്യത കുറഞ്ഞ ചുറ്റുപാടിൽ അതിജീവനം സാധിക്കുന്നവരുമായിരുന്നു. കാര്യങ്ങൾ വീണ്ടും വഷളാക്കും പോലെ ഓരോ വർഷവും ചൂട് കൂടിക്കൂടി വന്നു. പെർമിയൻ മുതൽ ട്രയാസിക് കാലം വരെ ദശലക്ഷക്കണക്കിന് വർഷത്തെ അഗ്നിപർവ്വത സ്ഫോടനം വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ എത്താനിടയാക്കി. കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകമാണ് എന്നറിയാമല്ലോ. ഇതും ചൂട് കൂടാൻ കാരണമായി. ഈ കാരണം കൊണ്ട് കാർണിയൻ കാലത്ത് ധ്രുവപ്രദേശങ്ങളിലടക്കം മഞ്ഞുപാളികൾ ഇല്ലാതെയായി. ഭൂമിക്ക് അതിൻ്റെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സ്വന്തമായി ഒരു മെക്കാനിസമുണ്ട്, ഒരു ബഫർ സിസ്റ്റം. സമുദ്രങ്ങളാണ് ഇതിൽ മുൻപന്തിയിൽ. സമുദ്രങ്ങളിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ കാർബൺ ഡയോക്സൈഡിൻ്റെ ആഗിരണം ചെയ്യുന്നതിൽ മുൻപന്തിയിലാണ്. ഇവ പിന്നീട് കാലാന്തരത്തിൽ എണ്ണ നിക്ഷേപമായി കാണപ്പെടുകയും ചെയ്യും. ശുദ്ധജലവും കാർബൺ ഡയോക്സൈഡുമായി പ്രവർത്തിച്ച് പാറകളിൽ കാർബണേറ്റായി നിക്ഷേപിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് നിയന്ത്രിക്കാറുണ്ട്. എന്നാൽ കാർണിയൻ കാലത്ത് ഭൂമിയുടെ ഈ സിസ്റ്റം താറുമാറായി. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ കലരുമ്പോൾ കാർബോണിക് ആസിഡായി മാറും. അളവിൽ അധികം കാർബൺ ഡയോക്സൈഡ് സമുദ്രത്തിൽ കലർന്നത് കടൽ ജലത്തെ ആസിഡ് സ്വഭാവം ഉള്ളതാക്കി മാറ്റുകയും പ്ലാങ്ക്ടൺ വളർച്ച ഇല്ലാതാക്കുകയും ചെയ്തു. ചൂട് കൂടിയത് കാരണം നദികളും ശുദ്ധജല സ്രോതസ്സുകളും വറ്റി വരളുകയും ചെയ്തു. ഈ പരിസ്ഥിതിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പാൻജിയയുടെ വടക്കൻ ഭാഗത്ത്, അതായത് ഇന്നത്തെ കാനഡ എന്ന രാജ്യത്ത്, ഇടവിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനവും ദശലക്ഷക്കണക്കിന് വർഷത്തോളം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതറിയപ്പെടുന്നത് റാങ്കിലിയൻ പൊട്ടിത്തെറി, റാങ്കിലിയൻ സ്ഫോടനം അല്ലെങ്കിൽ റാങ്കിലിയൻ ഇറപ്ഷൻ എന്നൊക്കെയാണ്. ഇതും ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളി എന്നത് എടുത്തു പറയണ്ടല്ലോ. ഏകദേശം 230 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ചൂട് അതിൻ്റെ താങ്ങാവുന്ന പരിധിക്കും അപ്പുറത്തായി. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ സമുദ്രപ്രവാഹങ്ങൾ താറുമാറായി. ആഗോള കാലാവസ്ഥ മാറിമറിയുകയും നിയന്ത്രണാതീതമാവുകയും ചെയ്തു. ഇതോടെ ന്യൂനമർദ്ദവും കൊടുങ്കാറ്റും ആഗോളതലത്തിലുണ്ടായി എന്ന് വേണം കരുതാൻ. ഈർപ്പം നിറഞ്ഞ മേഘവും കാറ്റും നീരാവിയും പാൻജിയ ആകെ വ്യാപിക്കുകയും ക്രമേണ മഴയായി പെയ്യുകയുമായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിലുണ്ടായ മഴയായിരുന്നു ഇത്. എന്നാൽ നിലയ്ക്കാതെ പെയ്ത മഴ പാൻജിയയുടെ ഭൂപ്രകൃതി ഏതാനും ദശകങ്ങൾ കൊണ്ട് തന്നെ മാറ്റിക്കളഞ്ഞു. ജീവജാലങ്ങളുടെ രൂപാന്തരം അല്ലെങ്കിൽ മാറ്റം ആരംഭിക്കുന്നത് സസ്യങ്ങളിലൂടെയാണല്ലോ. ഈ പ്രളയത്തിന് ശേഷം വിപുലമായ വേരുപടലമുള്ളതും ഈർപ്പം സഹിക്കാനും ശേഷിയുള്ള സസ്യങ്ങളുടെ ആധിപത്യമാണ് ഭൂമിയിലുണ്ടായത്. സ്പ്രൂസ്, പൈൻ, ഫിർ തുടങ്ങിയ മരങ്ങൾ ഉൾക്കൊള്ളുന്ന ജിംനോസ്പേം വർഗത്തിൽപ്പെടുന്ന സസ്യങ്ങളായിരുന്നു ഇവ. ലോകം മുഴുവൻ ഇവർ വ്യാപിക്കുകയും ചെയ്തു. പുൽമേടുകൾ സാവധാനം വനങ്ങളായി മാറാൻ തുടങ്ങി. ഇതോടുകൂടി സസ്യഭുക്കായ ജന്തുക്കളിലും മാറ്റം വന്നു. ചെറു സസ്യങ്ങളും പുല്ലും തിന്ന് ജീവിച്ചിരുന്ന ലിസ്ട്രോസോറസ്, റിങ്കോസോറിയ തുടങ്ങിയ ജീവികൾ അപ്രത്യക്ഷമാവാൻ തുടങ്ങി. സസ്യഭുക്കുകളുടെ എണ്ണത്തിൽ വന്ന കുറവ് മാംസഭുക്കുകളുടെ അതിജീവനവും പരിങ്കലിലാക്കി. സമുദ്രങ്ങളിലും സ്ഥിതി ഒട്ടും മെച്ചമായിരുന്നില്ല. 100 മില്യൺ വർഷത്തോളം സമുദ്രം അടക്കി മാറ്റിരുന്ന തരുണാസ്ഥി മത്സ്യങ്ങൾ, കാർട്ടിലേജ് ഫിഷ്, അതായത് നമ്മുടെ സ്രാവ്, തിരണ്ടി മുതലായ മത്സ്യങ്ങൾ സാവകാശം ഇല്ലാതെയാവാൻ തുടങ്ങി. കാംബ്രിയൻ കാലത്തിന്റെ അവസാനം തൊട്ടിങ്ങോട്ട് 250 ദശലക്ഷം വർഷം ജീവിച്ചിരുന്ന കോണഡോണ്ട് എന്ന ജീവികളും അപ്രത്യക്ഷമാവാൻ തുടങ്ങി. ചുരുക്കത്തിൽ കാർണിയൻ പ്ലൂവിയൽ എപ്പിസോഡ് എന്ന ഈ മഴക്കാലം വിനാശകാരിയും ഒപ്പം പുതിയ ചിലതിൻ്റെ ആവിർഭാവത്തിനും കാരണമായി എന്ന് വേണം പറയാൻ. നേരത്തെ തന്നെ ഭൂമിയിലുണ്ടായിരുന്ന ഷഡ്പദങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നതിനൊപ്പം പുതിയ ചില ജീവികൾ ഉണ്ടാവുകയും ചെയ്തു. മരങ്ങൾ ധാരാളമുള്ള വനങ്ങൾ ഉരകവർഗ്ഗങ്ങളിൽ നിന്നും പറക്കാൻ കഴിവുള്ളവരുടെ ഉൽപ്പത്തിക്ക് ഇടയാക്കി. ഇവരാണ് ടീറോസോറുകൾ. സമുദ്രജലത്തിൽ ഉണ്ടായിരുന്ന ഇക്തിയോസോറസ്, പ്ലീസിയോസോറസ് എന്ന ഉരകജീവികൾ ഈ പ്രളയത്തിന് ശേഷമാണ് എണ്ണത്തിൽ വർദ്ധിച്ചത്. അതുവരെ സമുദ്രം ഭരിച്ചിരുന്ന വമ്പൻ സ്രാവ് മത്സ്യങ്ങൾ പ്രളയത്തോടെയാണല്ലോ ഇല്ലാതെയായത്. നമ്മൾ അല്പം മുമ്പേ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. കാർണിയൻ പ്ലൂവിയൽ എപ്പിസോഡിൽ ഉണ്ടായ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ദിനോസറുകളാണ്. പല വലുപ്പത്തിലും രൂപത്തിലുമായി ആകാശവും ഭൂമിയും ജലവും ഇവർ അടക്കി വാണു. ഇക്കൂട്ടത്തിൽ സസ്യബുക്കുകളും മാംസബുക്കുകളും ഉണ്ടായിരുന്നു. ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ദിനോസർ ഫോസിലുകളിൽ 90% കാർണിയൻ പ്ലൂവിയൽ എപ്പിസോഡിന് ശേഷം ഉള്ളവയുടേതാണ്. അതിന് മുമ്പുള്ളവയുടേതായി കിട്ടിയിരിക്കുന്നത് വെറും 5% മാത്രവും. ഏതാണ്ട് 20 മില്യൺ വർഷം പെയ്തിറങ്ങിയ മഴയ്ക്ക് ശേഷം ക്രമേണ അഗ്നിപർവ്വതങ്ങൾ നിദ്രയിലാണ്ടു. എല്ലാ പ്രദേശങ്ങളിലും മഴ ലഭിച്ചതോടെ പാൻജിയ തണുത്തു. മഴ അവശേഷിപ്പിച്ച തടാകങ്ങളും സമുദ്രങ്ങളും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാൻ തുടങ്ങിയതോടെ താപനില കുറയുകയും കൊടുങ്കാറ്റും ന്യൂനമർദ്ദവും ശക്തി ക്ഷയിച്ച് ശാന്തമായി. മഴ നിലച്ചു. ഭൂമി അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും മാറി പുതിയൊരു യുഗപ്പിറവിക്ക് ആരംഭമാവുകയും ചെയ്തു. ചില അനുമാനങ്ങൾ അനുസരിച്ച് അമേരിക്കയിലെ യൂട്ട പ്രവിശ്യയിൽ അന്ന് പെയ്തത് ശരാശരി 55 ഇഞ്ച് മഴയാണ്. അതായത് ഏകദേശം 1400 മില്ലിമീറ്റർ മഴ. എന്നാൽ 20 ലക്ഷം വർഷം നിർത്താതെ മഴ പെയ്യുകയായിരുന്നു. സംശയമാണ്. ഇല്ല എന്ന് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. കാരണം അന്ന് എത്രമാത്രം മഴ പെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എവിടെയും. രേഖപ്പെടുത്താൻ ആരുമില്ല താൻ. കാർണിയൻ പ്ലൂവിയൽ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 20 ലക്ഷം വർഷം മഴ നിർത്താതെ ഭൂമിയിൽ പെയ്യുകയായിരുന്നു എന്നല്ല.
പക്ഷേ ഈ കാലയളവിൽ അതിശക്തവും അതിതീവ്രവുമായ മഴ ഭൂമിയിൽ പെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്, അതിൽ തർക്കവുമില്ല. ഫോസിലും അവ കണ്ടെത്തിയ ശിലകളും എല്ലാം ഒരു പ്രളയത്തിന്റെ തെളിവുകൾ നമുക്ക് തരുന്നുണ്ട്. ചുരുക്കത്തിൽ കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടമോ ഒരു യുഗമോ അല്ല, മറിച്ച് ഭൂമിയിൽ അതിതീവ്രമായ ഈർപ്പമോ അല്ലെങ്കിൽ പ്രളയമോ ഉണ്ടായ സമയത്തിന്റെ ബാക്കിപത്രമാണ്. വിനാശകരമായ അതിശക്തമായ പാരിസ്ഥിതിക മാറ്റങ്ങൾ എങ്ങനെ പരിണാമത്തിന് വഴിവെക്കുന്നു എന്നതിന് തെളിവാണ് CPE എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാവും. നിലനിൽക്കുന്ന പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടും പ്രതിരോധിച്ചും ഭൂമിയും അതിലെ ജീവജാലങ്ങളും കാണിക്കുന്ന അതിജീവനത്തിന്റെ വലിയ ഉൾക്കാഴ്ച പകർന്നു നൽകുന്ന ഒരു മഹാസംഭവമാണ് കാർണിയൻ പ്ലൂവിയൽ ഇവന്റ്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.